വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നല്ലൊരു ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് മാറ്റി പിടിക്കുന്നുണ്ട്. ഇന്ന് നമ്മുടെ ഇടിച്ചക്ക വെച്ചുള്ള റെസിപ്പി എന്ന് പറയുന്നത് ഇടിച്ചക്ക കറിയാണ് കേട്ടോ. അപ്പോൾ തോരൻ പോലെയല്ല, കുറച്ചധികം വലിയ കഷ്ണങ്ങളായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും അല്പം വെള്ളം കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു തക്കാളിയുടെ ഒരു വലിയ തക്കാളിയുടെ ഹാഫാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്ത് ഞാൻ കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മളൊരു അരമുറി തേങ്ങയിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് ഒന്നും കൂടി വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങ ഒന്ന് വറുത്ത് തന്നാൽ അതൊന്ന് തണുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു വലിയ സവാള ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരൽപ്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഒന്ന് ബ്രൗൺ കളറായി ചേഞ്ച് ചെയ്ത് വരുന്ന സമയത്ത് നേരത്തെ ഒരു തക്കാളിയുടെ പകുതിയാണ് ചേർത്തെടുത്തിരുന്നത്. ആ ഒരു ബാക്കി പകുതിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇത് ഇടിച്ചക്ക ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഈ തക്കാളി ഉള്ളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. പിന്നെ ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ അധികം പണിയൊന്നുമില്ല. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചോറിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്കും ഒക്കെ യൂസ് ചെയ്യാവുന്ന നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മുടെ നാടൻ കറി തന്നെയാണ്, അധികം പേർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ചെയ്ത് നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആയിട്ടാണെന്ന് ഞാൻ പറയും കേട്ടോ. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി ഇട്ട് പോയേക്കണേ. നമ്മൾ വീഡിയോ കാണുന്ന 90% ആൾക്കാരും നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.